കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷനിലെ ഇലക്ട്രിക് ഗോഡൌണിൽ വൻ തീപിടുത്തം. 7 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 10 യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. വില കൂടിയ ഇലക്ട്രിക് ലൈറ്റുകളും ഫാനുകളും മറ്റ് ഇന്റീരിയർ ഇലക്ട്രിക് ഉപകരണങ്ങളും വിൽക്കുന്ന മൊത്തവിതരണ കേന്ദ്രമാണിത്. സെക്യൂരിറ്റിയാണ് തീ പടരുന്നതായി കണ്ടത്. ഇദ്ദേഹം അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികൾ പോലീസിലും അഗ്നിരക്ഷാ സേനയിലും വിവരമറിയിച്ചു. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള അഗ്നിരക്ഷാ യൂണിറ്റ് സ്ഥലത്തെത്തി. എന്നാൽ ഗോഡൌണിൽ പൂർണ്ണമായും തീ പടർന്നതിനാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേന യൂണിറ്റുകളെയും വിളിച്ചു വരുത്തി. കായംകുളം, ചവറ, ശാസ്താംകോട്ട, കൊല്ലം, കുണ്ടറ എന്നിവിടങ്ങളിൽ നിന്നായി 10 യൂണിറ്റ് അഗ്നിരക്ഷാ സേന യൂണിറ്റുകളാണ് എത്തിയത്. 5000 ചതുരശ്ര അടിയിലുള്ള ഗോഡൌണിൽ പൂർണ്ണമായും തീ പടർന്നിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഗോഡൌണിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഇടക്കുളങ്ങര ചെട്ടിയത്തുമുക്ക് പാലപ്പള്ളിൽ വീട്ടിൽ ഷിജുവിന്റെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥാപനം. 7 കോടിയോളം രൂപയുടെ വസ്തുക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് കണക്കാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ വിശദമായ പരിശോധനകൾക്ക് ശേഷമേ ഇക്കാര്യം ഉറപ്പിക്കാനാകൂ. ഇലക്ട്രിക്കൽസിന്റെ ഗോഡൌണാണ്. ഏകദേശം 6000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഈ ഗോഡൌൺ ഇന്നലെ രാത്രി ഒരു 12:20 പുക ആദ്യം വരികയും പിന്നീട് പെട്ടെന്ന് തീ ആളിക്കത്തുകയും ചെയ്യുകയായിരുന്നു. വലിയൊരു നഷ്ടമാണ് ഇതിൻ്റെ ഉടമസ്ഥനായ വന്നിട്ടുള്ളത്. കാരണം വളരെ വിലപിടിപ്പുള്ള ഇലക്ട്രിക് സാധനങ്ങൾ, ലൈറ്റുകൾ, ഫാനുകൾ തുടങ്ങിയവയായിരുന്നു ഈ ഗോഡൌണിലുണ്ടായിരുന്നത്. വളരെ മഴ പെയ്ത് അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷമായിരുന്നു പെട്ടെന്ന് ഈ തീപിടുത്തം ഉണ്ടായത്. ഏകദേശം 7 പരം ഫയർഫോഴ്സുകൾ ഇവിടെ വന്ന് നേരം വെളുക്കുന്നോളം അങ്ങനെ 5 മണി 5:30 6 മണിയോളം തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. തീ അണയ്ക്കുകയും പിന്നീട് ഇപ്പോൾ പകല് രാവിലെ 9 മണിക്ക് വീണ്ടും വന്ന് ബാക്കിയുള്ള തീകൾ ഉള്ള ഭാഗം കൂടെ അണച്ചു കൊടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.